നിലമ്പൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ വഴിയോര കച്ചവട ബാങ്കുകൾ പൊളിക്കാൻ ശ്രമം. നിലമ്പൂരിൽ സംഘർഷം. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. രാഷ്ട്രീയം നോക്കിയാണ് ബാങ്കുകൾ പൊളിക്കുന്നതെന്നാരോപിച്ച് INTUC തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പൊളിക്കുന്നത് തടഞ്ഞു. നഗരസഭയുടെ ട്രാക്ടർ തൊഴിലാളികൾ തടഞ്ഞിട്ടിരിക്കുകയാണ്. നിലമ്പൂർ OCK പടിയിലുള്ള പെട്ടിക്കടയാണ് ഇന്ന് പൊളിക്കാൻ തുടങ്ങിയത്. CITU യൂണിയനിൽപ്പെട്ട ആരുടെയും ബങ്കുകൾ പൊളിക്കാതെ UDF അനുകൂല തൊഴിലാളികളുടെ ബങ്കുകൾ തെരഞ്ഞുപിടിച്ചാണ് പൊളിച്ചു മാറ്റുന്നതെന്നാണ് ആക്ഷേപം. നാട്ടുകാരും INTUC തൊഴിലാളികളും ചേർന്ന് ശിവകുമാറിന് നിർമ്മിച്ചു നൽകിയ ബങ്കാണ് ആദ്യം പൊളിക്കാൻ ശ്രമിച്ചത്. സമീപത്ത് CITU കൊടികെട്ടിയ ബങ്ക് പൊളിച്ചിട്ടില്ല. ഇതോടെ INTUC തൊഴിലാളികളും കോൺഗ്രസ് പ്രവർത്തകരും നഗരസഭയുടെ ജീവനക്കാരെയും വാഹനങ്ങളും തടയുകയായിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടർ KP ഡിൻഡോയുടെ നേതൃത്വത്തിലാണ് നഗരസഭാ ജീവനക്കാർ പൊളിക്കാനെത്തിയത്. റെഡ് സോണിലെ അനധികൃത കടകളാണ് പൊളിക്കുന്നത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ റെഡ് സോണിലേത് പൊളിക്കാനാണെങ്കിൽ ആശുപത്രി റോഡ്, ടൗൺ എന്നിവിടങ്ങളിലേതാണ് ആദ്യം പൊളിക്കേണ്ടതെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത്. നഗരസഭ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് INTUC ജില്ലാ സെക്രട്ടറി TMS ആസിഫ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് രാഷ്ട്രീയം നോക്കി ബങ്ക് പൊളിക്കാൻ ശ്രമിച്ചാൽ തടയുമെന്നും പൊളിക്കുന്നെങ്കിൽ CPM പ്രവർത്തകരുടെ ബങ്കുകൾ ആദ്യം പൊളിക്കണമെന്നും റഹീം ചോലയിൽ ആവശ്യപ്പെട്ടു. ഇവിടെ നാട്ടുകാരും ഇവിടുത്തെ ജനങ്ങളൊക്കെ പാടെ ഒരുമിച്ച് സാധാരണ ഒരുത്തർ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇവൻ ഈ ബങ്ക് ഇട്ട് കൊടുത്തത്. ഈ നാട്ടുകാരൊക്കെ സഹായകം ഉണ്ടായി കൊടുത്തൊരു ബങ്കാണ്. ആ ബങ്ക് ഇവിടെ ഇട്ടുകൊണ്ട് തൊഴിലാളി സംഘടനകൾ സംയുക്തമായി തീരുമാനം എടുത്തിട്ട് ഇട്ട ബങ്കാണ്. ആ ബങ്ക് പൊളിക്കാൻ വേണ്ടി പോലീസും മുനിസിപ്പാലിറ്റിയും ഒക്കെ അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ട് വന്നിക്കുക. അവരിവിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ബൈപ്പാസിൽ പൊളിച്ചിട്ടുള്ള ആ ബങ്ക്, പൊളിച്ച ബങ്ക് അവിടെ CITUവിന്റെ കൊടി കെട്ടിയതിന് ശേഷം ആ ബങ്ക് അവിടെ നിലനിർത്തി. അതിനൊരു പ്രശ്നമല്ല, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇലക്ഷന്റെ ടൈമിന് തൊഴിലാളികളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി, തൊഴിലാളികളെ തമ്മിൽ വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റിയും പോലീസും ഇറങ്ങിയിരിക്കുക. എന്നിട്ട് ഈ ബങ്ക് മുഴുവൻ പൊളിച്ചു കൊണ്ടുപോകുക. ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ഇന്ന് 10 മണിക്ക് സെക്രട്ടറി സംയുക്ത ട്രേഡ് യൂണിയൻ എല്ലാവരും വിളിച്ചതാ, സംസാരിക്കാന്ന് പറഞ്ഞതാ. അതിന്റെ മുമ്പാണ് CPMന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ ലെറ്ററും കൊണ്ട് ഇവിടുത്തെ INTUCക്കാരെ ബങ്ക് മുഴുവൻ ആദ്യം പൊളിക്കാൻ ഓർഡർ ഇട്ടിട്ടുള്ളത്. ആ CITUവിന്റെ പൊളിച്ച ബങ്ക് അത് അവിടെ തന്നെ നിലനിൽക്കുക. CITUവിന്റെ കൊടി കെട്ടിയിട്ട് ആദ്യം അത് പൊളിക്കട്ടെ, അവിടുന്ന് തുടങ്ങട്ടെ പണി. ഞങ്ങളെതിരല്ല, മാറ്റണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തയ്യാറാണ്, മാറ്റിക്കൊടുക്കും. ആദ്യം അത് മാറ്റട്ടെ, അതിനുശേഷം INTUCക്കാരും റെഡിയാണ്. എന്തെല്ലാ ബങ്കും ഞങ്ങൾ മാറ്റിക്കൊടുക്കും. പക്ഷെ നിയമം എല്ലാവർക്കും ഒരേമാതിരിയാ, അത് ചെയ്യണം. ഈ ഇലക്ഷന്റെ ടൈമിന് കാണിക്കുന്ന പോലീസും മുനിസിപ്പാലിറ്റിയും കാണിക്കുന്ന ഈ ധിക്കാരപരമായ പരിപാടി INTUC ശക്തമായി എതിർക്കുമെന്നാണ് പറയാനുള്ളത്. നിലമ്പൂർ നഗരസഭ CPM രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ നഗരസഭാ പരിധിയിൽപ്പെട്ട റെഡ് സോണിലുള്ള ഒരു കടകളും അവർ പൊളിച്ചു മാറ്റാൻ തയ്യാറല്ല. നിലമ്പൂരിതായി ജ്യോതിപ്പടിയിൽ ഇവിടെ കട നടത്തുന്ന ഒരു കോൺഗ്രസിൻ്റെ INTUCയുടെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ കട മാത്രമാണ് പൊളിച്ചു മാറ്റാനുള്ള നിലമ്പൂർ നഗരസഭാ സെക്രട്ടറിയുടെ തീരുമാനമെടുത്തുള്ളത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. എല്ലാവർക്കും ഒരേ തോതിലുള്ള നിയമത്തിന് ആണ് ഇവിടെ നഗരസഭ നിൽക്കേണ്ടത്. നിലമ്പൂർ ഹോസ്പിറ്റൽ റോഡ് മുഴുവൻ റെഡ് സോണാണ്. അതുപോലെ തന്നെ നിലമ്പൂർ ടൗൺ റെഡ് സോണാണ്. ഈ കടകളൊന്നും പൊളിച്ചു മാറ്റി ഇവർ തയ്യാറല്ല. ഇത് പൊളിച്ചു മാറ്റുകയാണെങ്കിൽ അത് പൊളിച്ചു മാറ്റിയതിന് ശേഷം മാത്രമേ ഇത് ഞങ്ങൾ പൊളിച്ചു മാറ്റാൻ ഞങ്ങൾക്ക് തയ്യാറാകൂ. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. രാഷ്ട്രീയം കളിക്കുകയാണെങ്കിൽ തിരിച്ചും ഞങ്ങൾക്ക് രാഷ്ട്രീയം കളിക്കാൻ അറിയുമെന്നാണ് നിലമ്പൂർ നഗരസഭയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി മുൻ KPCC സെക്രട്ടറി VA കരീം പോലീസുമായി ചർച്ച നടത്തി. ചർച്ച പരാജയപ്പെട്ടതോടെ CI സാജു PLന്റെ നേതൃത്വത്തിൽ INTUC നേതാക്കളായ റഹീം ചോലയിൽ, TMS ആസിഫ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സൈഫു ഏനാദ്, മൂർക്കൻ മാനു എന്നിവരെ അറസ്റ്റ് ചെയ്തു നീക്കി. ട്രാക്ടർ മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. Poppies, the way we love, the way we care.